റഷ്യ ഉക്രൈൻ വാറിന്റെ സീസ് ഫയർ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ചാനലായി MBCക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. പല ഇഷ്യൂസ് ഉണ്ട്. അമേരിക്കയിലെ വാർ റൂം ലീക്ക് ഇഷ്യൂ ഉണ്ട്, അമേരിക്കൻ ടാരിഫിന്റെ ഇഷ്യൂ ഉണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇഷ്യൂ ഉണ്ട്, പല ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ട്, അമേരിക്ക ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ ഏകദേശം 10,000-ഓളം പേരെ അവിടുത്തെ ഹെൽത്ത് സെക്ടറിൽ നിന്ന് പിരിച്ചുവിടാൻ അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ ഫെഡറൽ ഗവൺമെന്റിന്റെ കീഴിൽ കഴിയുന്ന അതിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോങ് കോൺവെർസേഷനാണ് നടത്തിയത്. അപ്പം അതുമായിട്ട് ഈ അതിൻ്റെ ഇന്റർവ്യൂ എടുത്ത ആൾ ചോദിച്ചു, ഇൻ കേസ് റഷ്യ സീസ് ഫയർ എഗ്രിമെന്റ് സീസ് ഫയറിന് തയ്യാറാകുന്നില്ല, കാരണം റഷ്യ വളരെയധികം എക്സ്ക്യൂസുകളാണ് പറയുന്നത്. കാരണം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ മാറ്റണം, പുതിയ ഇലക്ഷൻ നടത്തണം, എന്നിട്ട് ഞങ്ങൾ സീസ് ഫയർ, പല പല സ്റ്റേറ്റ്മെന്റുകൾ റഷ്യയിൽ നിന്ന് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ബേസിക്കലി ട്രംപ് വളരെയധികം ഷോക്ക്ഡ് ആണ് ബേസിക്കലി. കാരണം ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇൻ കേസ് റഷ്യ ഈ സീസ് ഫയറുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ, കാരണം 3 വർഷമായി വാർ തുടങ്ങിയിട്ട്, കാരണം ട്രംപിന്റെ ഒരു പ്രസ്റ്റീജിയസ് സംഭവമാണ് റഷ്യ ഉക്രൈൻ സംഭവം, സീസ് ഫയർ എഗ്രിമെന്റ് കൊണ്ടുവരണം, അത് കാരണം ഇനി അവിടെ വാർ ഉണ്ടാകരുത്, ആ രീതിയിലുള്ള പ്രപ്പോസലാണ് മീഡിയേറ്റ് ചെയ്ത് റഷ്യ ഉക്രൈനുമായിട്ട് നിൽക്കുക. റിയാദിൽ നടന്നു, ഇവർ തമ്മിൽ ടെലിഫോണിക് കോൺവെർസേഷൻ നടന്നു. വ്ളാദിമിർ സെലൻസ്കി ഓവൽ ഓഫീസിൽ വന്ന് ഇയാളുമായിട്ട് ട്രംപുമായിട്ട് ഉടക്കി പോകുന്നു. ഇപ്പോഴാ പിക്ചർ മുഴുവനും തിരിയുവാണ്. അതാണ് ഈ പല റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത്, ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് ഡയറക്റ്റ് ഇന്ത്യക്ക് ത്രെട്ടുണ്ട്. ഒന്ന് ചോദിക്കുക, എന്താ ഡയറക്റ്റ് ത്രെട്ട്? അതായത് റഷ്യ ഈ സീസ് ഫയർ എഗ്രിമെന്റ് അംഗീകരിച്ചില്ല എങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്നും ആരൊക്കെയാണ് ഓയിൽ വാങ്ങുന്നത്, അതായത് ക്രൂഡ് ഓയിൽ ഏകദേശം 30% റഷ്യയുടെ ഈ വാറിന് ശേഷം ഇന്ത്യയാണ് വാങ്ങുന്നത്, അതുപോലെ ചൈന വാങ്ങുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും 25 മുതൽ 50%, അതിൻ്റെ അകത്ത് ബ്രസീലുണ്ട്, ചില യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അമേരിക്കൻ ടാരിഫ് വരുമെന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയുമായിട്ട് ഈ രാജ്യങ്ങൾ റഷ്യ എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തില്ല എങ്കിൽ റഷ്യയുമായിട്ട് ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളുമായിട്ട് അമേരിക്ക സൗഹാർദ്ദത്തിലാവുകയില്ല. ഇതാണ് പറയുന്നത്. ഇപ്പൊ ചൈനയുടെ കാര്യം നമുക്ക് ഓക്കെ, ഇപ്പൊ ചൈന അപ്പോൾ റെസിപ്രോക്കൽ ടാക്സ് ഇതൊക്കെ കൊണ്ടുവന്നിൽ തന്നെ ഈ പറയുന്ന എഫക്റ്റ് ഒന്നും അമേരിക്കയെ ബാധിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ യൂറോപ്പിന്റെ കാറിന്റെ മാർക്കറ്റ് ആണെങ്കിൽ നോക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് മുഴുവനും പോയി, ഓട്ടോമൊബൈൽസിന്റെ മാർക്കറ്റ് മുഴുവനും ഡൗണായി. ഇന്ത്യക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ട്രംപ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ചൈനയാണെങ്കിലും ഇന്ത്യയാണെങ്കിലും ബ്രസീലാണെങ്കിലും ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവരൊക്കെ റഷ്യയോട് പ്രഷറൈസ് ചെയ്യണം, അതായത് ഡീല് സൈൻ ചെയ്യാൻ, അതായത് സീസ് ഫയർ അഗ്രിമെന്റ് മുന്നോട്ട് പോകണം. ഇതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം അങ്ങനെ റഷ്യ വഴങ്ങുന്നില്ല എങ്കിൽ റഷ്യയുടെ നിന്ന് ഓയിൽ വാങ്ങുന്ന, റഷ്യക്ക് ഡയറക്റ്റ് അല്ല, ഓയിൽ വാങ്ങുന്ന രാജ്യം, കാരണം ഓൾറെഡി അമേരിക്കൻ സാങ്ഷൻ റഷ്യയുടെ മുകളിലുണ്ട്, അതിൻ്റെ മുകളിൽ ആ രാജ്യങ്ങളുടെ മുകളിൽ 25 മുതൽ 50% ടാരിഫ് വരുമെന്നാണ് പറയുന്നത്. കാരണം അവരുമായിട്ട്, ആ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് സൗഹൃദത്തിൽ പോകാൻ താല്പര്യമില്ല. ഇതാണ് ഇത് വളരെ സീരിയസ് ആണ് ഈ സംഭവം. ട്രംപ് വെറുതെ ഒരു ഇന്റർവ്യൂ പറയുന്നതല്ല, കാരണം ലൂസ് ടോക്കറാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഈ സംഭവം, അതായത് അമേരിക്കൻ പ്രസിഡന്റ് റഷ്യയുടെ ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 25% ടാരിഫ് എന്ന് പറയുന്നത്, അത്ര ഈ 25 to 50% ടാരിഫ് എന്ന് പറയുന്നത്, അതിന് നമ്മൾ ഈ പറയുന്ന പോലെ സിമ്പിളായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു അനുമാനം. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം, ഇറാനുമായിട്ട് അമേരിക്ക ഇങ്ങനെ ഇടയ്ക്ക് ഇന്ത്യ ഇറാനിൽ നിന്നും വളരെ ചീപ്പായിട്ട് ഓയിൽ വാങ്ങുന്നുണ്ട്, റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ എനർജി നീഡ്സിന്റെ ഭാഗമായിട്ടാണ് വാങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്ത്യ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യമായ സൗദിയിൽ നിന്ന് UAE നിന്നും വാങ്ങുന്നുണ്ട്.
ഇവിടൊക്കെ ഞാൻ കാണുന്നൊരു ട്രംപിന്റെ പൊളിറ്റിക്സ് ഉണ്ട് ബേസിക്കലി. ഈ പറയുന്ന രാജ്യങ്ങൾക്ക്, അതായത് ഇന്ത്യ ആണെങ്കിലും ബ്രസീലാണെങ്കിലും, ഈ ചൈനയുടെ കാര്യം വലിയ സീരിയസ് അല്ല ഇതിൻ്റെ അകത്ത് ട്രംപ്. കാരണം ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയാണ് ഇവരുടെയൊക്കെ നമ്പർ 1 ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ബില്യൺസിൻ്റെ ആണ് കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ പ്രോഡക്റ്റിന് ടാക്സ് ഏർപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യം. അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന ഫൈനൽ സ്റ്റേജ് ആയിട്ടില്ല. ഇത് 21, 22 ശതമാനം പലതും പറയുന്നുണ്ട്. പക്ഷെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫിഗറും ഇവരും തമ്മിലുള്ള ടോക്സിന്റെ ഒരു സെറ്റിൽമെന്റിലോട്ട് വന്നിട്ടില്ല. ഇങ്ങനൊരു സംഭവം പുതിയതായിട്ടും കൂടെ റഷ്യ ഉക്രൈൻ വാറിൽ ഇന്ത്യക്കെതിരെ പരോക്ഷമായിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞു, ലോക പോലീസും ലോകത്തിന്റെ ധനമെന്ന് പറയുന്ന അമേരിക്കയുടെ കയ്യിൽ. ഇഷ്ടംപോലെ അത് ഇന്ത്യയിൽ ശരിക്കും ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വലിയൊരു ട്രേഡ് പാർട്ട്ണറാണ്. ഇതിനകത്ത് ഇന്ത്യ എത്രമാത്രം റഷ്യയോട് പ്രഷറൈസ് ചെയ്ത് ഈ ഉക്രൈൻ റഷ്യ വാറിന് ഈ അമേരിക്കയുടെ ആവശ്യം പോലെ അതിനകത്ത് ഉണ്ടാകാൻ സാധിക്കുമോ അതിനെപ്പറ്റി എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യ എത്രമാത്രം പറഞ്ഞാൽ റഷ്യ കേൾക്കും. അതേപോലെ തന്നെ നേരത്തെ ട്രംപ് ഇരുന്ന സമയത്ത് ഇറാൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടും അത് ഇറാൻ്റെ ആ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്താൽ, പക്ഷേ ഇന്ത്യ അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇപ്പോഴും റഷ്യയും അമേരിക്കയും ഇറാനും തമ്മിൽ ഫേസ് ടു ഫേസ് ഫൈറ്റ് വരുമ്പോൾ ഇതും അവിടെയും ബാധിക്കും. കാരണം ജിയോ പൊളിറ്റിക്സും കോൺഫ്ലിക്റ്റും വാറും ഒക്കെ ഇന്ത്യയും അതിൻ്റെ ഒരു മേജർ പാർട്ടാകാൻ പോവുകയാണ്. നമ്മൾ 2 ആസ്പെക്ട്സും നോക്കണം. അപ്പം ആ രീതി നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും വരാനുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസും എങ്ങനെയാണ് ട്രംപിൻ്റെ ഈ ഡയറക്റ്റ് ഭീഷണിയാണിത്, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും. ഇതൊരു കാരണം ലോകത്തിൽ പല ആൾക്കാരും പല എക്സ്പേർട്ടുകളും വളരെ ശ്രദ്ധിച്ചാണ് ഇതിനെപ്പറ്റി അഭിപ്രായ പ്രകടനം നടന്നത്. കാരണം ഇൻഡയറക്റ്റും ഡയറക്റ്റുമായിട്ട് ഇന്ത്യക്ക് ത്രട്ട് തന്നിരിക്കുകയാണ്. റഷ്യയുമായിട്ട് നിങ്ങൾ ബിസിനസ് നടത്തിക്കോ, പക്ഷെ നിങ്ങളുടെ മുകളിൽ ഞങ്ങൾ ടാരിഫ് വരും. അത് ഒരു വല്ലാത്തൊരു കമൻ്റാണ്. അത് എത്രമാത്രം അത് പ്രായോഗികമാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും അവരുടെ ഒരു കടുത്ത നിലപാടാണ് ഈ വാർ സീസ്ഫയറിലോട്ട് വരേണ്ടത്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. എങ്ങനെയായിരുന്നു ഉക്രൈൻ പ്രസിഡന്റുമായിട്ടുണ്ടായിരുന്ന പഴയ ബന്ധം, അത് ട്രംപ് മാറ്റിയെടുത്തു. അത് ഉക്രൈൻ പ്രസിഡന്റ് മാറ്റിയെടുത്തു. കാരണം ഇപ്പോഴവർ സൗഹാർദ്ദത്തിലായി, പഴയ ബന്ധമൊന്നുമല്ല. അപ്പം റഷ്യയുമായിട്ട് അകലുന്നു എന്നുള്ളതാണ് ഇപ്പം പുതിയ റിപ്പോർട്ട്സുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിൻ്റെ ആ പഴയ സ്നേഹം ഈ പറയുന്ന പുടിനുമായിട്ടൊന്നും ഇല്ല. അപ്പം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ തുടങ്ങി. കാരണം ഈ പുടിനുമായിട്ട് ലോഹ്യമായിട്ടുള്ള ഹംഗേറിയൻ്റെ വിദേശകാര്യ ടീമുമായിട്ട് ട്രംപ് സംഭാഷണം നടത്തുന്നുണ്ട്. റഷ്യക്കെതിരെ സ്റ്റാൻഡ് എടുക്കണം. അത് റഷ്യയെ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് ഹംഗറി. അപ്പോൾ ഇതേപോലെയുള്ള ഡിപ്ലോമാറ്റിക് മിഷൻ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതായത് റഷ്യയെ ഒറ്റപ്പെടുത്തും. ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം, ഇന്നിറങ്ങിയ ന്യൂയോർക്ക് ടൈംസിൻ്റെ അകത്ത് ഈ റഷ്യയുടെ അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊരു ബ്യൂട്ടിഫുൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ വാർ കൊണ്ട് എന്താണ് അമേരിക്ക ഉദ്ദേശിച്ചത്, അതായത് റഷ്യ ഉക്രൈൻ വാർ. അപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയിലോട്ട് പോവുകയാണ്. കാരണം ഇവിടെ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം യുദ്ധം ചെയ്ത് ഭയങ്കരമായിട്ട് വീക്കായി. കാരണം അവർക്കിനി മറ്റൊരു വാർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയുടെ കാര്യം ക്വസ്റ്റ്യൻ മാർക്കായി. അതേപോലെ തന്നെ റഷ്യൻ വെപ്പൺസ്, അപ്പം അതിനോട് എത്രമാത്രം ആൾക്കാർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അതില്ലാതായി. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും 1 by 2 എടുക്കുമ്പോൾ ഈ അമേരിക്കയാണ് ഈ അൾട്ടിമേറ്റ്ലി ഈ വാർ കൊണ്ട് പ്രയോജനമുണ്ടാക്കിയത്. കാരണം അമേരിക്കൻ വെപ്പൺസിന് ഡിമാൻഡായി. കാരണം ഞാൻ ഈ പറയുന്നത് ബേസിക്കലി കച്ചവടം ബിസിനസ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യ പോലും ഇപ്പം അമേരിക്കയുമായിട്ടാണ് പല വലിയ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വെപ്പൺസ് ആണെങ്കിലും ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണെങ്കിലും മറ്റുള്ള വെപ്പൺ. കാരണം റഷ്യൻ സാധനങ്ങൾ നമ്മൾ ഗ്രാജുവലി അത് ഓബ്സലീറ്റായ പല സംഭവങ്ങളും അത് പിന്നീട് അത് പുതുക്കാനൊന്നും ഇന്ത്യ നിൽക്കുന്നില്ല. ഇപ്പം ഇങ്ങനെയൊരു സംഭവം അതിനകത്തുണ്ട്. കാരണം റഷ്യയെ കംപ്ലീറ്റ് ആയിട്ട് വീക്കാക്കുക, അപ്പം അതോടുകൂടി പുടിനെ തകർക്കുക. ഇതെല്ലാം അവരുടെ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ പ്ലാനാന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ഉണ്ട്. എത്രമാത്രം കരുതി കൂട്ടിയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ റഷ്യയുടെ കേപ്പബിലിറ്റി മുഴുവനും ഇല്ലാതായി. റഷ്യയുടെ നേവൽ ബേസ് എന്ന് പറയുന്ന നേവി ശക്തമായ നേവി ആയിരുന്നു. അവർക്ക് ഇന്ന് ബ്ലാക്ക് സീൽ കൂടെ പോകാൻ വേണ്ടി അമേരിക്ക പറയണം ഉക്രൈനോട് അറ്റാക്ക് ചെയ്യരുത്. അതായത് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ വെസൽസ്, അവരുടെ സപ്ലൈ ചെയിൻ പോലും പോലെ. കാരണം അതിനൊക്കെ സപ്പോർട്ടീവായിട്ട് പോയിരുന്ന റഷ്യൻ നേവി ഷിപ്സ്, അതിൻ്റെ കാര്യവും ഗതികേടായി. അപ്പം ഇതെല്ലാം കൂടെ നോക്കി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗെയിൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്കാണ് ഉണ്ടായേക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യ ഡ്രാഗ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏതായാലും ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇന്ത്യക്ക് എത്രമാത്രം പ്രഷറൈസ് ചെയ്ത് റഷ്യയിൽ നിന്ന് വാറിൽ നിന്ന് മാറ്റാൻ സാധിക്കും. കാരണം ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. നമ്മളൊരു വാറിനെ ആരെയും സപ്പോർട്ട് ചെയ്യാത്ത രാജ്യമാണ്. അതേപോലെ ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ താല്പര്യമുണ്ട്. അതായത് ഈ ഈ ഓയിൽ സംഭവങ്ങളൊക്കെ സൗദിയിൽ നിന്നും UAE നിന്നുമാണ് വാങ്ങേണ്ടത്. അതും ഇതിനകത്തുകൂടെ കയറി പെനട്രേറ്റ് ചെയ്യും. റഷ്യയിൽ നിന്ന് വാങ്ങേണ്ട ഇവിടുന്ന് വാങ്ങുക. ഇവിടുന്ന് വാങ്ങി ഇതാണ് ഞാൻ പറയുന്ന കച്ചവടം എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങളാണ് പലതും കയറി വരുന്നത്. ഏതായാലും വരാനുള്ള ദിവസങ്ങളിൽ വാർ എത്രമാത്രം ഈസ്റ്ററിനോടുകൂടി അറിയാൻ സാധിക്കും. സീസ് ഫയർ എഗ്രിമെന്റ് ഫലപ്രാപ്തിയിലായോ? കാരണം ഉക്രൈൻ പ്രസിഡന്റ് അതിനെപ്പറ്റി വിവിധ രീതിയിൽ റഷ്യൻ വ്ളാദിമിർ പുടിനെതിരെ ശരിക്കും ഹാർഡായിട്ടാണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ സംഭവം അറിഞ്ഞു കാണാം, റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ കാറ് അത് തീ കത്തി അതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നു. എന്നിട്ട് ലോകത്ത് ഈ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് പല സംഭവങ്ങളും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുകളിലോട്ട് പോവുകയാണ് കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ഇന്ത്യക്ക് എത്രമാത്രം പാർട്ടുണ്ട്, ഇന്ത്യ എത്രമാത്രം ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് വരാനുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം.
അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.